ആഘോഷ പരിപാടിയെ പോലും വിമർശിച്ചുകൊണ്ടാണ് രംഗത്തെത്തുന്നത് പ്രതിപക്ഷം. വലിയ രീതിയിലുള്ള വിമർശനം ഉയർത്തുന്നുണ്ട് പ്രതിപക്ഷം. എങ്കിൽ പോലും വലിയ വിപ്ലവകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനം. നമുക്കറിയാം, സമ്പൂർണ്ണ സാക്ഷരത കേരളം കൈവരിച്ച ഒരു പ്രഖ്യാപനം നമ്മൾ കണ്ടതാണ്. ഒപ്പം ഇന്ത്യയിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതുപോലുള്ള ഒരു പ്രഖ്യാപനം എന്നുള്ളതാണ് നേരത്തെ വി ശിവൻകുട്ടി പറഞ്ഞത്. അത്ര വലിയ ആഘോഷമായിട്ടാണ്, അല്ലെങ്കിൽ ആഘോഷ പരിപാടിയായിട്ടാണ് സംസ്ഥാന സർക്കാർ ഈ പരിപാടിയെ നോക്കിക്കാണുന്നത്. എന്തായാലും അല്പസമയം കൂടി കഴിയുമ്പോൾ, ഏകദേശം 1 മണിക്കൂർ കൂടി കഴിയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ്. 5 മണിയാണ് പറയുന്നത്. 5 മണിക്ക് തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഈ പ്രഖ്യാപനം നടത്തിയെങ്കിലും ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിക്കും. മമ്മൂട്ടി, മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം നാനാതുറയിൽ നിന്നുള്ള ജനങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിവിശാലമായിട്ടുള്ള വേദിയാണ് ജനങ്ങൾക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ പൊതുവേദിക്ക് അരികിൽ പ്രത്യേകമായി സജ്ജീകരിച്ച മോണിറ്ററുകൾ, LCD മോണിറ്ററുകളൊക്കെ തന്നെ വെച്ചുകൊണ്ടുള്ള പ്രത്യേക വേദികളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ വലിയ ആഘോഷപരമായ ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു പരിപാടിയായി തന്നെ ഈ അതിദരിദ്ര നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി കേരളത്തെ അതിദരിദ്ര മുക്തമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഹാഷ്മി, വി ശിവൻകുട്ടി ബിനോയ് വിശ്വത്തിന് തോളത്ത് കൈയിട്ടുകൊണ്ടാണ് വരുന്നത്, ചേർത്ത് പിടിച്ചുകൊണ്ടാണ് വരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച ഉണ്ടായ വിവാദങ്ങൾ, തർക്കങ്ങൾ, അതിൽ GRNL അടക്കം പരാമർശങ്ങൾ, അതിൽ SFIയുടെയും ASFന്റെയും AYFന്റെയും ഒക്കെ പ്രതിഷേധങ്ങൾ വേദനിപ്പിച്ചു വന്ന മന്ത്രിയുടെ തുറന്നു പറച്ചിൽ, അതിൽ കോലം കത്തിച്ചവർക്കെതിരായ നടപടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതിനുശേഷം ബിനോയ് വിശ്വം ശിവൻകുട്ടിയുടെ ഒരു പൊതുവേദിയിൽ വരുന്നുണ്ട്. അവിടെ ബിനോയ് വിശ്വം ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ ആവുന്നുണ്ടോ എന്ന് ഒരുപക്ഷെ അങ്ങനെ ചിലപ്പോൾ ആവില്ലായിരിക്കാം. അദ്ദേഹം വന്നു കഴിയുമ്പോഴത്തെ എല്ലാവരും പ്രസ്ഥാനം ചെയ്യുന്ന പതിവ് പരിപാടിയായിരിക്കാം. പക്ഷേ എങ്കിൽ കൂടിയും ആ വിവാദകാലത്തിന് ശേഷം ബിനോയ് വിശ്വം പൊതുപരിപാടി, എല്ലാവരും കൂടിയുള്ള ഒരു പൊതുപരിപാടിയാണ്. അപ്പോൾ അവിടെ ഒരു ശ്രദ്ധാകേന്ദ്രമാവുന്നുണ്ടോ എന്നീ ദൃശ്യങ്ങൾ കാണുമ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിഷയം അതല്ല. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം പ്രഖ്യാപിക്കാൻ പോകുന്ന ആ സമ്മേളനം അവിടെ നടക്കാൻ പോകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.